ഇപ്പോൾ ഞാൻ അങ്ങനെ കാഞ്ഞിരപ്പുഴ ഡാമിൻ്റെ പരിസരത്ത് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ആദ്യം വർക്ക്ഷോപ്പ് കാണിച്ചു തരാം കേട്ടോ. വർക്ക്ഷോപ്പ് പറഞ്ഞാൽ പണ്ട് ഇവിടെ ഡാം പണിയാൻ വെച്ചിരുന്ന യന്ത്രങ്ങളും മറ്റേ കാര്യങ്ങളൊക്കെ ആയിട്ട് വെച്ചിരുന്ന വർക്ക്ഷോപ്പാണ് അതൊക്കെ. അത് ഓട്ടോ സ്റ്റാൻഡ് ഉണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് പാലക്കയം പോകണം. ശിരുവാണി ഡാമിൻ്റെ ഭാഗത്ത് അതുവരെ പോകുമെന്ന് പറഞ്ഞു. അതിലേക്ക് എത്തുമെന്നുള്ള അറിയില്ല. അപ്പോൾ അവർ ശിരുവാണി ഡാമിൻ്റെ അവിടേക്ക് പോവില്ല, പാലക്കയം വരെ പോകുള്ളൂ. അവിടുന്ന് ഒരു 1-2 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ പാലക്കയം കഴിഞ്ഞാൽ ശിരുവാണി ഡാമിന് ചെക്ക് പോസ്റ്റ് വരെ പോവും. അങ്ങോട്ട് കടത്തി വിടുന്നില്ല. അപ്പോൾ നമുക്ക് നോക്കാം. സൺഡേ ആണ്, ബസ്സുകളൊക്കെ കുറവാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ വിശേഷത്തിന് പോവാം. നമുക്ക് ഡാമിലൊക്കെ നല്ല തിരക്കുണ്ട് കേട്ടോ. നമുക്ക് ഇത്രയും എങ്ങനെയും നടക്കാം നമുക്ക്. ജലവികസന വകുപ്പിൻ്റെ ഓഫീസാണ് കേട്ടോ ഇവിടെയാണ് എൻ്റെ മുത്തശ്ശൻ വർക്ക് ചെയ്യുന്നത്, അമ്മയുടെ അച്ഛൻ. അപ്പോൾ ഒന്ന് ആ ഓഫീസ് സൺഡേ ആണ്, ഒന്നും കാണാനില്ല കേട്ടോ, ഒക്കെ ലീവാണ്. അപ്പോൾ ഞാൻ പഠിച്ച സ്കൂളും കാണിച്ചു തരാം കേട്ടോ. ഇവിടെയൊക്കെ നല്ല സ്ഥലങ്ങളാണ്. പണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലങ്ങളല്ലേ, നല്ല രസമുള്ള സ്ഥലങ്ങളാണ്. ഇപ്പോഴും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നമ്മുടെ പണ്ടത്തെ പോലെയല്ല. പണ്ടൊക്കെ നമ്മുടെ 1980s-ലും 73-ലൊക്കെയുള്ള സമയങ്ങളാണ്. ഞാൻ വീണ്ടും എല്ലാ സ്ഥലങ്ങളും കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ കാറും ബസ്സും എല്ലാം. അന്നും ബസ്സുകളൊക്കെ ഉണ്ട്, പക്ഷേ അന്ന് അത്ര കളർഫുള്ളല്ല. ഇന്നിപ്പോൾ ഒരുപാട് സ്ഥലങ്ങൾ, ബസ് സ്റ്റാൻഡൊക്കെ പിന്നെ സ്കൂളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഞാൻ പഠിച്ച സ്കൂൾ കേട്ടോ. ഇതിൻ്റെ ഭാഗത്ത് ഇങ്ങനെ നടക്കുകയാണ്. സ്കൂളിങ്ങനെ താഴെയാണ്, മുകളിലാണ്. ഞാൻ പഠിക്കാൻ ഭയങ്കര മോശമാണ് കേട്ടോ. പണ്ട് പറഞ്ഞാൽ അമ്മ ഇങ്ങനെ തല്ലിയിട്ടൊക്കെ സ്കൂളിൽ കൊണ്ടാക്കും. അപ്പോൾ ഭയങ്കര മടിയാണ്. അപ്പോൾ അതിൻ്റെ രസമാണ് ഇവിടുത്തെ കുട്ടിക്കാലവും ആ സ്ഥലങ്ങളും. എന്താ പറയുക, പഴയ കാലത്തുള്ള നമ്മൾ 1980-ലുള്ള കാലഘട്ടങ്ങളിലുള്ള സ്കൂളുകൾക്ക് അന്നൊക്കെ സ്കൂളും വരെയൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് അവിടത്തിൽ കാണിച്ചു തരാം. സ്കൂളിൻ്റെ പരിസരത്ത് എത്തിയിട്ടോ. ഇതെവിടെയാണ് ഞാൻ പഠിച്ച സ്കൂളിൻ്റെ ഇത്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കുട്ടികൾ ഇതിപ്പോൾ അംഗൻവാടി അന്ന് ഉണ്ടോ എന്നുള്ള എനിക്ക് അത്ര ഓർമ്മയില്ല. ഇന്നിപ്പോൾ അംഗൻവാടിയൊക്കെ ഉണ്ട്. ഇത് സ്കൂളൊക്കെ നല്ല അടിപൊളി. ഇനിയിപ്പോൾ 7 വരെ ഉണ്ടാവും തോന്നുന്നു കേട്ടോ. അന്നൊക്കെ 1 തൊട്ട് 4 വരെ ഉണ്ടായിരുന്നുള്ളൂ സ്കൂളൊക്കെ. പിന്നെ സ്കൂളിൽ ഗേറ്റ് ഞായറാഴ്ച കൊണ്ടൊക്കെ ലീവാണേ. ഇതാണ് പുളിക്കൽ കാഞ്ഞിരപ്പുഴ ഗവൺമെൻറ് UP സ്കൂൾ. ഇവിടെയാണ് ഞാൻ പഠിച്ചത് 1 to 4 വരെ കേട്ടോ. ഇനി ബാക്കിയുള്ളത് 5 മുതൽ ചേർത്ത് ചെയ്ത് പൊറ്റശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളാണ്. അത് ഇവിടുന്ന് കുറച്ചുകൂടി പോയി നമ്മൾ മുമ്പോട്ട് കടന്നു വന്നു കഴിഞ്ഞു. ഇപ്പോൾ അവിടെ പോകണം. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് സ്കൂൾ. എന്നൊക്കെ വെറും ഷെഡുകളായിരുന്നു. ചെറിയ ഒരു ഓട്ടുവര തന്നെയാണ്. ഇന്ന് കോൺക്രീറ്റ് കെട്ടണമൊന്നുമില്ല. അതുകൊണ്ട് ഇപ്പോൾ ഏകദേശമൊക്കെ ഇവിടെ നല്ല സെറ്റപ്പായി. നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ കേട്ടോ. എന്തായാലും വന്ന് കാണണം. ഫാമിലിയായിട്ട് കൂട്ടിയിട്ടാണ്. പാലക്കാട് നിന്ന് അധികം ചാർജ് ഒന്നുമില്ല. ഒരു 60 രൂപ ഉണ്ടെങ്കിൽ ഒരാൾക്ക് 60 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് വന്നിട്ട് പോകാവുന്നേ ഉള്ളൂ. ഈ സ്കൂളൊക്കെ ഇതൊക്കെ ഇപ്പോൾ കുറച്ചായിട്ടുണ്ടാവും. UP സ്കൂള് അങ്ങനെ മുതലയുടെയൊക്കെ ഇങ്ങനെ ഇതുണ്ട് കാണാൻ. ഈ മരത്തിനൊരു കഥ പറയാനുണ്ട് കേട്ടോ. ഈ മരം ഇതെവിടെയാണ് പണ്ട് നമ്മുടെ ഈ ഗ്രൗണ്ടിൽ ഉത്സവം നടക്കും. അയ്യപ്പൻ വിളക്ക് മഹോത്സവം നടക്കും. അപ്പോൾ സകല ഭാഗത്തുനിന്ന്, ഇത് മലയോര പ്രദേശങ്ങളില്ല. അപ്പോൾ ഇരുമ്പോച്ചോല വെറ്റിലച്ചോല അങ്ങനെ പറയുമ്പോൾ സ്ഥലത്ത് പാലക്കയം അവിടെ ഇങ്ങനെ തൊട്ടപ്പുറത്ത് ഇങ്ങനെ മലകളാണ്. അപ്പോൾ അവിടുന്നൊക്കെ ആൾക്കാരൊക്കെ വന്നിട്ട് ഈ വൈകിട്ട് ഇവിടെ ഇങ്ങനെ അടിപൊളി ആഘോഷമായിരിക്കും. അയ്യപ്പൻ വിളക്ക് മഹോത്സവം അതാണ് ഇവിടെ ഏറ്റവും കാണുന്നത്. അപ്പോൾ ഈ വർഷം എല്ലാ വർഷവും നടക്കണമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഉണ്ടാവും, എല്ലാ വർഷവും ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഇങ്ങനെ ആനയൊക്കെ കൊണ്ട് കെട്ടിയിടുന്നത് ഈ മരത്തിൻ്റെ സൈഡൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ആന നിൽക്കും. നല്ലതാണ്. ഇപ്പോൾ മതിലൊക്കെ ഇപ്പോൾ കെട്ടിയിരിക്കുക. ഇപ്പോഴാണ് മതിലിട്ട്. അപ്പോൾ ഞാനത് കാണിച്ചു തരാം കേട്ടോ. മുതലയുടെ ഒരു വായ തുറന്ന് നിൽക്കുന്ന സീൻസ്. ഇത് സ്കൂളിൻ്റെ പരിസരത്താണ്. കുട്ടികളൊക്കെ വരാൻ വേണ്ടിയിട്ട് ഇതാണ്ടോ നല്ല നീർക്കുളങ്ങളും കാര്യങ്ങളൊക്കെ. നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. ഇപ്പോൾ ഡെക്കറേഷൻ ചെയ്ത അതൊക്കെ. അന്ന് കാലത്ത് ഇതൊന്നുമില്ല. വെറും ഓട്ടുവര ബീച്ച്. ഈ കാണുന്ന സ്കൂളുണ്ട് കേട്ടോ. അന്നെന്തെങ്കിലും ഈ കാണുന്ന ഞാനിപ്പോൾ ഈ കാണുന്ന നിൽക്കുന്നത് അതുണ്ടായിരുന്നു എൻ്റെ ഓർമ്മയിൽ. പിന്നെ ഇതാ കാണുന്ന ഞങ്ങളെല്ലാം ഉണ്ട്. ഇന്നിപ്പോൾ ഞായറാഴ്ച കൊണ്ടൊക്കെ ലീവാണ്. ഇപ്പോൾ ഇവിടെ 1 to 7 വരെ ഉണ്ടാവണമെന്ന് വിചാരിക്കണം കേട്ടോ. അത് കാണുക.